ലീഗിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഈ പേരുകൾ നിഖിൽ, ഈ കെ എം ഷാജി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കല്ലട്ടർ മാഹിൻ ഹാജി, ഈ പേരുകളിലേക്ക് എന്തുകൊണ്ടാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നേതൃത്വം എത്തുന്നത്? ഈ പ്രാദേശിക പരിഗണന അത് ഉറപ്പാക്കുക എന്ന് തന്നെയാണോ? പ്രജിൻ, സ്വാഭാവികമായിട്ടും ഇപ്പൊ മലപ്പുറം ജില്ല മത്സരിച്ച മുഴുവൻ പേരും വിജയിച്ച ഒരു ജില്ലയാണ്. മുസ്ലിം ലീഗിലെ ഇവിടെ ആകെ 16 മണ്ഡലങ്ങളാണ്, 16 പേര് വിജയിച്ചു. 12 ലീഗ് സ്ഥാനാർത്ഥികളാണ്. കോഴിക്കോട് 6 ലീഗ് സ്ഥാനാർത്ഥികളാണ്. എല്ലാവരും വിജയിച്ചു. അപ്പോ എല്ലാ ജില്ലകൾക്കും മതിയായിട്ടുള്ള പ്രാതിനിധ്യം നൽകുക എന്നുള്ളതാണ് ഇത്തവണ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്. നേരത്തെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ള വിമർശനം പൊതുവെ ഉയർത്താറുണ്ട്. അതിനൊരു മറുപടി എന്നോണം മലപ്പുറം ജില്ലയ്ക്ക് മാത്രം പ്രാതിനിധ്യം നൽകാതെ വിവിധ ജില്ലകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ മന്ത്രിമാരെ പിക്ക് ചെയ്തതിലൂടെ സാദിഖ് അലി തങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കെ എം ഷാജിയെ മന്ത്രിയായി ഉയർത്തി കാണിക്കുമ്പോൾ അദ്ദേഹം വയനാട് സ്വദേശിയാണ്, കോഴിക്കോടാണ് താമസിക്കുന്നത്. അപ്പോൾ വയനാടിനുള്ളൊരു പ്രാതിനിധ്യം കൂടി നൽകുക അതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അദ്ദേഹം വേങ്ങര MLA ആണ്. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് നിന്ന് എൻ ഷംസുദ്ദീനെ പരിഗണിക്കുമ്പോൾ പാലക്കാട് ജില്ലയ്ക്കുള്ള ഒരു പ്രാതിനിധ്യമാണത്. കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ളയെ പരിഗണിക്കുമ്പോൾ അത് കോഴിക്കോട് ജില്ലയ്ക്കുള്ള പ്രാതിനിധ്യമാണ്. കാസർഗോഡ് നിന്ന് കല്ലട്ടർ മാഹിൻ ഹാജിയെയോ AK അഷ്റഫിനെയോ ആണ് പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിൽ വിവിധ ജില്ലകളിലൂടെ കൂടി പ്രാതിനിധ്യം ഉറപ്പാക്കുക ലീഗ് പദ്ധതി എടുത്തിട്ടുണ്ട്. നമ്മൾ സാദിഖ് അലി തങ്ങളോട് ഒരു വിസ്മയം ഉണ്ടാകുമോ ഈ മന്ത്രി സ്ഥാന ചർച്ചകളിൽ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സീറ്റുകൾ ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു വിസ്മയം ഇത്തവണ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിച്ചത് ആദ്യമായി മുസ്ലിം ലീഗിൽ നിന്ന് 2 വനിതകളെ ഇത്തവണ മത്സരിപ്പിച്ചു, ഒരാൾ വിജയിച്ചു. അപ്പൊ ഒരു വനിതാ മന്ത്രി ഉണ്ടാകുമോ എന്നായിരുന്നു ചോദ്യം. പക്ഷെ അതുണ്ടാകില്ല എന്നാണ് സാദിഖ് അലി തങ്ങളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തവണ മുസ്ലിം ലീഗിൽ നിന്ന് വനിതാ മന്ത്രി ഉണ്ടാകില്ല, പകരം 5 മന്ത്രിമാരുണ്ടാകും. ഈ പേരുകളിലുള്ള ആളുകൾക്കാണ് ഏറ്റവും മുൻഗണന ലഭിക്കുന്നത്. മറ്റർഹരായ ആളുകൾ ഇനിയുമുണ്ട്. പ്രജിൻ പോൾ, തിരൂരിൽ നിന്ന് വിജയിച്ച കുറുക്കോളി മൊയ്തീൻ ഉണ്ട്. വള്ളിക്കുന്നിൽ നിന്ന് ഇത്തവണ മത്സരിച്ച് വിജയിച്ച TV ഇബ്രാഹിം ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ അർഹരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഇത്തവണ ഈ നേരത്തെ സൂചിപ്പിച്ച ആളുകൾക്കാണ് സാധ്യതയുള്ളത്. പ്രജിൻ, നിഖിൽ പരമേശാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.